നമസ്കാരം. വി.എസിന്റെ മരണത്തിൽ മുങ്ങിയ കഴിഞ്ഞ ദിവസത്തെ സായാഹ്നത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ വാർത്ത എത്തുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവച്ചിരിക്കുന്നു എന്ന്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ധൻഖറിൻ്റെ രാജി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വി.എസിൻ്റെ മരണത്തെ തുടർന്ന് കേരളത്തിലെ ചാനലുകൾ വലിയ രീതിയിൽ കണക്കിലെടുത്തില്ല. അതേസമയം ഈ രാജി പൊട്ടാനിരിക്കുന്ന വലിയ ബോംബിനുള്ള തിരികൊളുത്തലാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റ് വർഷകാല സമ്മേളനം തുടങ്ങിയ ദിനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയുടെ രാജി പ്രഖ്യാപിക്കൽ വിചിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. രാജിക്കത്തിൽ ധൻഖർ പറയും പോലെ ആരോഗ്യ കാരണങ്ങൾ തന്നെയാണോ ഇതിന് പിന്നിലെന്നതടക്കമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതേസമയം അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ NDA ഇതിനോടകം തന്നെ തുടങ്ങിയും കഴിഞ്ഞു. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനാണ് ഭരണപക്ഷം ആലോചിക്കുന്നത്. ഇതിനിടെ ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചർച്ചകളും സജീവമായി കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂരിലേക്ക് എല്ലാ കണ്ണുകളും എത്തുന്നത് ഈയൊരു സാഹചര്യത്തിലാണ്. ജഗ്ദീപ് ധൻഖറിൻ്റെ പിൻഗാമിയായി ശശി തരൂർ എത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് ശക്തമായി ഉള്ളതും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന ലേഖനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിൽ അകലുന്നത്. പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൗത്യ സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാനുള്ള പ്രധാന ചുമതല ഭരണപക്ഷം തരൂരിനെ ഏൽപ്പിച്ചതോടെ കോൺഗ്രസ് വെട്ടിലാവുകയായിരുന്നു. രാഷ്ട്രീയത്തെക്കാൾ വലുത് രാജ്യമാണെന്ന ശശി തരൂർ ലൈൻ BJPയോട് അടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. AICCയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി നിർദ്ദേശങ്ങൾക്ക് തെല്ലും വില കൽപ്പിക്കാതെ ശശി തരൂർ നീങ്ങിയത് BJPയിലൂടെ ലഭിക്കുന്ന സ്ഥാനങ്ങൾക്കാണെന്ന പലകുറി വിമർശനം ഉയർന്നിരുന്നു. അപ്പോഴെല്ലാം തരൂർ കൃത്യമായി തന്നെ നിലപാടും അറിയിച്ചിരുന്നു. അമേരിക്കയിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ പ്രധാനിയായിരുന്നു തരൂർ. രാജ്യനിലപാടിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച തരൂർ ഈ സന്ദർഭത്തിലാണ് BJP സർക്കാരുമായി കൂടുതൽ അടുത്തു വന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന തരൂർ മോദി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത്. മറുവശത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ശശി തരൂർ ഉള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താനും K മുരളീധരനും അടക്കമുള്ളവർ തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം തുടരുകയാണ് തരൂർ. മത സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ സജീവമാകാനുള്ള നീക്കം തരൂർ ക്യാമ്പ് നടത്തുകയാണെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വരുന്ന 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശശി തരൂർ പാലാരൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് K മാണിക്കുമൊപ്പം വേദി പങ്കിടും. ഇതിനിടെയാണ് ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജി സംഭവിക്കുന്നത്. അടുത്ത ഉപരാഷ്ട്രപതിയെ 60 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനിടെയാണ് മോദിയുമായി അടുപ്പം പുലർത്തുന്ന ശശി തരൂരിന് ഭരണഘടനാ പദവി നൽകാൻ BJP തയ്യാറായേക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ശക്തമാകുന്നത്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക കാലയളവ് ഭരണഘടന വയ്ക്കുന്നില്ല. എത്രയും വേഗം തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. എപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടാലും 5 വർഷമാകും കാലാവധി. ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ NDA തയ്യാറാകുമെന്ന് പ്രചരണം ശക്തമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. അടുത്തിടെ മോദി സർക്കാരിനെ പുകഴ്ത്തി സംസാരിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തോട് ഉടക്കി നിൽക്കുകയുമാണ് ശശി തരൂർ. എന്നാൽ സുപ്രധാന ഭരണഘടനാ പദവി കോൺഗ്രസ് പക്ഷത്തുള്ള വ്യക്തിയുടെ കൈവശം എത്തുന്നതിന് BJP അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. ബില്ലുകൾ പാസ്സാക്കുന്നതിനും മറ്റും ഇത് തടസ്സമാകുമെന്ന് കരുതുന്ന BJP നേതാക്കൾ വരെയുണ്ട്. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദീർഘദർശി എന്ന് കണക്കാക്കപ്പെടുന്ന മോദിയുടെ പ്രത്യേക താല്പര്യങ്ങൾ തള്ളിക്കളയാൻ വഴിയില്ല. ശശി തരൂരിന് പരിഗണനകൾ കൊടുത്തുള്ള മോദിയുടെ നീക്കങ്ങൾ വിജയം കണ്ടതും
കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടായതും ചെറുതായി കാണില്ല നേതൃത്വം. കോൺഗ്രസിന് നിലവിൽ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകണം എന്നതിൽ ഒട്ടും താല്പര്യമുണ്ടാകില്ല. തങ്ങൾക്ക് മേലെ വളരുന്ന നേതാവിനെ പാർട്ടിക്ക് വേണ്ട എന്ന ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്.